നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വിശദമായി. ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല. സസ്പെൻഷനിലേക്ക് നയിക്കാവുന്ന പരാമർശങ്ങൾ ഒഴിവാക്കിയാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് സൂചന. പരാതികളിൽ മുൻവിധിയില്ലാതെ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണ റിപ്പോർട്ടിലെ സസ്പെൻഷനിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ മയപ്പെടുത്തിയെന്നാണ് വിവരം. ഇന്നലെ അവസാനഘട്ട തയ്യാറാക്കലിൽ ചിലത് ഒഴിവാക്കിയെന്നാണ് സൂചന. RSS കൂടിക്കാഴ്ചയിലെ ഭാഗങ്ങളാണ് മയപ്പെടുത്തിയത്. അധികാരസ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ നേതാക്കളുമായി ക്രമസമാധാന ചുമതലയുള്ള ADGP രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് അഖിലേന്ത്യാ സിവിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ആദ്യം റിപ്പോർട്ടിൽ. ഔദ്യോഗിക വാഹനമടക്കം ഉപേക്ഷിച്ച് രഹസ്യമായി സന്ദർശിച്ച നടപടിയിൽ ചട്ടലംഘനമുണ്ടായെന്നായിരുന്നു DGPയുടെ കണ്ടെത്തൽ. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവൽ അനുസരിച്ച് ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന് പേരുദോഷമുണ്ടാക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ അടക്കമുള്ള അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ അത് വേണ്ടെന്നാണ് സർക്കാർ നിലപാട്. സ്ഥാനചലനമാണ് CPI ആവശ്യപ്പെട്ടതെന്നും സസ്പെൻഷൻ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ. സസ്പെൻഷൻ എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞില്ലല്ലോ, പറയാത്ത വാക്ക് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞാൽ അന്വേഷണ വിധേയനായ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റണം. കേരളത്തിന്റെ ക്രമസമാധാന ചുമതല മുഴുവൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ നാടിന്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന്. പരാതികളിൽ മുൻവിധികളില്ലാതെ നടപടിയെടുക്കുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അന്വേഷണം നടത്തി റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വരുമ്പോൾ എന്ത് നിലപാട് എന്നുള്ളത് ഒരു മുൻവിധിയില്ലാതെ തീരുമാനിക്കും. അപ്പം അതുകൊണ്ട് അക്കാര്യത്തിലൊരാശങ്കയും വേണ്ട. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. നാളെ നിയമസഭ ചേരുന്നതിനാൽ ഇനിയും അജിത് കുമാറിനെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന് കഴിയില്ല. ഇന്ന് രാത്രിയോടെ നടപടി ഉണ്ടായേക്കും. 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിനെതിരായ പരാതികളിൽ DGP അന്വേഷണ റിപ്പോർട്ട് നൽകിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എന്നിവർ ക്ലിഫ് ഹൗസിൽ തുടരുകയാണ്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിശദീകരിച്ചേക്കും. അതേസമയം ക്ലിഫ് ഹൗസിൽ നടക്കുന്നത് പതിവ് ചർച്ച എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. ഷഫീദ് റാവുത്തർ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തത്സമയം. ഷഫീദ്, ഇതിനെ പതിവ് കൂടിക്കാഴ്ച, മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം എന്നിങ്ങനെയൊക്കെയാണല്ലോ CMO വിശദീകരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? ADGP MR അജിത് കുമാറിനെ സംസ്ഥാന സർക്കാർ ഏതൊക്കെ വിധത്തിൽ സംരക്ഷിക്കുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി നമുക്ക് ഈ വാർത്താക്കുറിപ്പിനെ കാണാൻ കഴിയും. കാരണം സാധാരണഗതിയിൽ നമുക്കറിയാം, ഇന്നലെ വളരെ അസാധാരണമായ ഒരു സംഭവം അത് സംസ്ഥാനത്ത് നടന്നു. അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഇത്രയധികം അന്വേഷണം, ഇത്രയധികം ഗൗരവമുള്ള അന്വേഷണം അത് DGP നടത്തുന്നു. അതിന്മേലൊരു റിപ്പോർട്ട് കൊടുക്കുന്നു. രാഷ്ട്രീയമായി മുഖ്യമന്ത്രി ഓരോ തവണയും ആവർത്തിച്ചുകൊണ്ടിരുന്നത് ആ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടി എന്നുള്ളതായിരുന്നു. അതായത് അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി കാര്യങ്ങൾ കൊണ്ടുപോയി. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കനുസരിച്ചിട്ടാണെങ്കിൽ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നുള്ളതാണ്. പക്ഷേ ആ റിപ്പോർട്ട് കിട്ടി സമയം ഇത്രയുമായി. കൂടിക്കാഴ്ച ആരംഭിച്ചത്, ക്ലിഫ് ഹൗസിലെ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചത് രാവിലെ തന്നെ 10 മണിയോടുകൂടിയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഉൾപ്പെടെയുള്ള ആളുകൾ, CM രവീന്ദ്രൻ, KK രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരുന്നു, മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. മാത്രമല്ല DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിവരങ്ങൾ, റിപ്പോർട്ടിലെ വിവരങ്ങൾ ധരിപ്പിക്കാൻ സമയമടക്കമുള്ള കാര്യങ്ങൾ തേടിയതാണ്. പക്ഷേ മാധ്യമങ്ങളുടെ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇന്ന് വൈകിട്ട് PV അൻവറിന്റെ പൊതുസമ്മേളനമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആ പൊതുസമ്മേളനത്തിന് മുൻപ് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയാൽ അത് PV അൻവർ പൊതുസമ്മേളനത്തിൽ തന്റെ വിജയമായി ഉയർത്തും എന്നുള്ളൊരു ചിന്ത CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചിട്ടുമുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെയും ഇപ്പോഴത്തെ തീരുമാനം. ആ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ക്ലിഫ് ഹൗസിൽ നടക്കുന്ന കൂടിക്കാഴ്ച. അത് സാധാരണ കൂടിക്കാഴ്ചയാണ്. മുഖ്യമന്ത്രി ഇവിടെ ഉള്ള സമയങ്ങളിലൊക്കെ, തിരുവനന്തപുരത്തുള്ള സമയങ്ങളിലൊക്കെ അങ്ങനെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളോട് വന്ന് മുഖ്യമന്ത്രിയെ കാണാറുണ്ട് എന്നടക്കമുള്ള വിശദീകരണം നൽകുന്നത്. അങ്ങനെ ഒരു വിശദീകരണവും അസാധാരണമായ ഒരു രീതിയായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും സർക്കാരിന് മേൽ, മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ്. പ്രത്യേകിച്ച് നാളെ നിയമസഭാ സമ്മേളനം കൂടി പുനരാരംഭിക്കുന്നു. നടപടി ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉണ്ടായേക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന് സമീപത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആബിദ് വാലിയിൽ കുറ്റിപ്പുറം പറയുന്നുണ്ട്, പെട്ടെന്നൊന്നും CM ADGPയെ കൈവിടില്ല എന്നത്. അത്തരത്തിലുള്ള സംശയം, അത്തരത്തിലുള്ള ആരോപണങ്ങളുമൊക്കെ പ്രതിപക്ഷവും നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം നടക്കാനുണ്ട്. അതുകൊണ്ട് ADGPക്കെതിരെ നടപടി വരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുമുണ്ട്.
അൻവറിന്റെ പുതിയ രാഷ്ട്രീയ പ്രവേശനമോ? രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമല്ല, മറിച്ച് സാമൂഹ്യ കൂട്ടായ്മ എന്നാണ് PV അൻവർ വിശദീകരിക്കുന്നത്. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നാകും ആ കൂട്ടായ്മയുടെ പേര്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് മലപ്പുറം മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പേരും നയപരിപാടികളും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പൊതുസമ്മേളനം നടക്കുന്ന മൈതാനത്ത് ശിരൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ, ലോറിയുടമ മനാഫ് എന്നിവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുണ്ട്. സമ്മേളന നഗരിയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, വിപിൻ വിജയൻ, സമീർ ബിൻ കരീം എന്നിവർ ചേരും. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്കാണ്. ഹാഷ്മി, അപ്പോൾ 6 മണിക്കാണ് പൊതുസമ്മേളനം ആരംഭിക്കേണ്ടത്. വിവരങ്ങൾ എന്തൊക്കെയാണ് ഹാഷ്മി? ഉന്മേഷ്, കേവലം നാളുകൾക്ക് മുൻപ് മലപ്പുറം എസ്പിയുമായി ഒരു വേദിയിലെ തർക്കം, അതിനുശേഷം ക്യാമ്പിലെ മരമുറിയുമായി ബന്ധപ്പെട്ട അൻവറിന്റെ ആരോപണം, അതിനുശേഷം ADGP MR അജിത് കുമാറിനെതിരെ നേർക്കുന്ന ആരോപണം, അതിനുശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PCCക്കെതിരെയുള്ള ആരോപണം, അതിനുശേഷം നേർക്കുനേർ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം, അതിനുശേഷം PV അൻവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏറ്റവും നിർണായകമായ ദിവസമാണ് മഞ്ചേരിയിലെ ഈ സമ്മേളനം. അതായത് ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. വിശദീകരണ യോഗവും നയപ്രഖ്യാപനവും എന്ന ബോർഡ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന പേര് പ്രഖ്യാപിക്കുന്നുണ്ട് PV അൻവർ. പക്ഷേ അതൊരു രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കുമോ എന്ന് ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഉന്മേഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അൻവർ ജയിച്ചത് ഇടതുപക്ഷ സ്വതന്ത്രനായാണ്. 5 വർഷം അതങ്ങനെ തുടരുക വേണം. മറ്റൊരു പാർട്ടിയിൽ അംഗമായ അയോഗ്യത അടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഇത്തരത്തിലൊരു സാമൂഹ്യ മുന്നേറ്റം എന്ന നിലയ്ക്ക് തന്നെയാണ് അൻവറിന്റെ ആലോചന. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഇൻ ബ്രാക്കറ്റ് ഫോർ സോഷ്യൽ മൂവ്മെന്റ്സ് എന്നുള്ളതാണ് അൻവറിന്റെ ആ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ പേര്. നമുക്കറിയാം, DMK ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നതിന്റെ പതാകയും എന്നതിന്റെ എഴുത്തൊക്കെ കറുപ്പും ചുവപ്പിലുമാണ്. തമിഴ്നാടിന്റെ DMKയുമായി ഉള്ള സാമ്യം തന്നെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ അൻവർ, ഇവിടെ ഉന്മേഷ്, ഇവിടെ കുറേ അധികം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എത്തുന്നുണ്ട്. ഒരു 1 ലക്ഷം പേരെ ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ. ഒന്നൊന്ന് എവിടെ വന്നേ? ഞാൻ കാരശ്ശേരി പഞ്ചായത്ത് 11-ാം വാർഡ്. കയ്യിലൊരു ചെങ്കൊടിയൊക്കെ ഉണ്ടല്ലോ. കോട്ടക്കുത്ത് അബൂബക്കർ. കയ്യിലൊരു ചെങ്കൊടിയൊക്കെ ഉണ്ടല്ലോ. ചെങ്കൊടി പാർട്ടി പ്രവർത്തകനായിരുന്നു. ആയിരുന്നു. പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. പാർട്ടി സജീവ പ്രവർത്തകൻ. ഞങ്ങളെ കുടുംബം 9 മക്കളുണ്ട്. ഞങ്ങളുടെ കുടുംബക്ക് ആ 9 മക്കളിലും കയ്യിരിക്കാൻ പറയാം. 9 മക്കളിലും ഞങ്ങൾ കുടുംബം ഇന്ന് വരെ പാർട്ടിയിൽ നിന്ന് വിഭജിച്ച് പോയിട്ടില്ല. ആരും പോയില്ല. 30-20ഓളം സഖാക്കൾ ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ. എനിക്ക് തന്നെ ഉണ്ട് 4 മക്കൾ. ഞാൻ 9ാമത്തെ 8 നേരത്തെ വന്നത് ഈ പരിപാടിയിൽ നേരത്തെ വന്ന് കാണാനും കേൾക്കാനും വീക്ഷിക്കാനും. വൈകുന്നേരമായാൽ പിന്നെ ഒക്കെ ചാനലിൽ നിന്നാണ്ട് മറ്റേ STP ആണ് അല്ലെങ്കിൽ ലീഗാനൊക്കെ പറഞ്ഞോളും. ഇപ്പോൾ വന്നാൽ നമുക്ക് നേരത്തെ കാണും ചെയ്യാം, പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യാം, എന്താ പറയുന്നത് കേൾക്കും ചെയ്യാം. മാത്രമല്ല ഇത് ചാനലിൽ വരാൻ തന്നെയാണ് നേരത്തെ വന്നത്. പോകുന്ന സഖാക്കളെ പോർക്കളത്തിൽ ഒപ്പമായി ചോരയെങ്കിൽ മോചനം ലഭിക്കുവാൻ പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചോന. അതുപോലെ തന്നെ എപ്പോൾ പറഞ്ഞില്ല, മതമല്ല പ്രശ്നം, എരിയുന്ന എന്നല്ല പ്രശ്നം, എരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞ. അപ്പോൾ ഉന്മേഷ്, അങ്ങനെ കുറേ അധികം ആളുകൾ ഇപ്പോൾ തന്നെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ 1 ലക്ഷം പേരെ അണിനിരത്തുമെന്നുള്ളതാണ് PV അൻവർ. ഞാൻ വരാം അല്ല പറയാനുള്ളത്. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് ഇപ്പോൾ. ഹാഷ്മി, വിപിനിലേക്ക് ഒന്ന് പോയി. ഇവിടെ 1 ലക്ഷം പേരെ അണിനിരത്തുന്ന ഉന്മേഷ്, 1 ലക്ഷം പേരെ അണിനിരത്തുന്ന ഉന്മേഷ് ഇവിടെ PV അൻവർ പ്രഖ്യാപിക്കുന്നത്. അത് വെറുതെ അങ്ങ് പറയുന്നതല്ല, നമുക്കറിയാം. അതിന് കാരണം എന്താണ്, ചന്തക്കുന്നിലെ ഒരു ക്രമീകരണവും ഇല്ലാതെ, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ വിളിച്ച യോഗത്തിൽ 500 പേർ എന്ന് PV അൻവർ തന്നെ പറഞ്ഞെടുത്ത് 6000-ഓളം പേർ വന്ന കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോട് നമ്മൾ സമാനമായ വലിയ ആൾക്കൂട്ടം കണ്ടു. ഇവിടെ പക്ഷേ ഇക്കുറി അൻവറിന് ഒരു ശക്തി പ്രകടനം. നാളെ നിയമസഭാ സമ്മേളനത്തിൽ ചേരും മുമ്പ്. ഇന്നിപ്പോൾ മറ്റൊരു കാര്യം, DMKയുടെ നിരീക്ഷകർ കൂടി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെയൊക്കെ PV അൻവർ തിരക്കിട്ട രാഷ്ട്രീയ നീക്കങ്ങളായിരുന്നു ഉന്മേഷ്. ഇന്നലെ അവിടെ ചെന്നൈയിൽ പോവുകയും MK സ്റ്റാലിനെ കാണുകയും സ്റ്റാലിനുമായി ചില കൂടിയാലോചന നടത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷമാണ് യോഗത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു ശക്തി പ്രകടനമാക്കണം, പരമാവധി ആളെ പങ്കെടുപ്പിക്കാൻ അൻവറിന്റെ തിരക്കിട്ട ആലോചനകൾ. 1 ലക്ഷത്തിന് മുകളിൽ ആള് ഇവിടെ മഞ്ചേരി ഈ ജസീല ജംഗ്ഷനുള്ള ഈ പറയുന്ന പ്രത്യേകം തയ്യാറെടുത്ത മൈതാനിയിലേക്ക് വരും എന്ന് വേണം കരുതാൻ. ഒരു നയപ്രഖ്യാപനം പോലെ അൻവർ ഈ പ്രസംഗത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്ന് പറയാൻ പോകുന്നു. മറ്റു ചില ഏറ്റവും പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ കൂടി ഈ വേദിയിൽ ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. ഉന്മേഷ്, ശരി. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് മഞ്ചേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെയാണ് പൊതുസമ്മേളനം നടക്കുക. വിപിൻ വിജയൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ ഉള്ളത് അൻവറിന്റെ വീട്ടിലാണ്. വിപിൻ, എപ്പോഴായിരിക്കും അവിടേക്ക് അൻവർ തിരിക്കുക? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ?
ഉന്മേഷ്, വൈകിട്ടായിരിക്കും ഈ വീട്ടിൽ നിന്ന് അദ്ദേഹം ആ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് തിരിക്കുക. പക്ഷേ അതിനു മുൻപ് തന്നെ ഇപ്പോൾ DGPയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സംശയത്തിനതിൽ നിൽക്കുകയാണ്. കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളുമാണ് PV അൻവർ ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നതാണ്. ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളൊരാവശ്യം. എന്നാൽ അത് സർക്കാർ നടത്തുന്ന ഒരു നാടകം മാത്രമാണ്. ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് DGPയുടെ റിപ്പോർട്ടിൽ വന്നാൽ പോലും അദ്ദേഹത്തിന് മറ്റൊരു സ്ഥാനം കൊടുക്കുക എന്നല്ലാതെ സസ്പെൻഷനിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നതാണ്. ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ മുൻപിൽ ഇപ്പോൾ ആ റിപ്പോർട്ട് എത്തിയിരിക്കുന്നു. ഇനി അതിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ആ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം ഇന്നും മറ്റ് നിലമ്പൂരിലെ MLA ആയിട്ടുള്ള മറ്റ് പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം ഇന്നും പോവുകയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ നിലമ്പൂരിന്റെ ജില്ലാ ആശുപത്രിയിലെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഇപ്പോൾ ഗ്ലോബൽ നായർ സമാജത്തിന്റെ KR ഭാസ്കരപിള്ള, അതിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള KR ഭാസ്കരപിള്ളയെ അദ്ദേഹം കാണുകയും ഈ പുതിയ പാർട്ടിയുടെ ഒരു അനുഗ്രഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ വെച്ചായിരുന്നു ഈ ഒരു കൂടിക്കാഴ്ച. ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് പോലും നടത്തുന്നുണ്ട്. പല ആളുകളും അദ്ദേഹത്തെ വീട്ടിലേക്ക് കാണാനായി എത്തുന്നുണ്ട്. നമുക്ക് തന്നെ കാണാം, ഇപ്പോൾ ഇവിടെ വരുന്ന വാഹനങ്ങളിലൊക്കെ DMKയുടെ ഒരു കൊടി അടയാളമുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു DMK മയത്തിലേക്ക് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും പൊതുസമ്മേളനം മാറും എന്നുള്ളത് നിലവിൽ പറയാവുന്ന സ്ഥിതിയിലാണ്. ആദ്യമുണ്ടായിരുന്ന ഒരു കളർ ടോണൊക്കെ പോയി മൊത്തം ഒരു റെഡും അതുപോലെ തന്നെ ബ്ലാക്കിലേക്കും മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നിന്ന് ഉള്ള. ശരി ബിപിൻ, ഏതായാലും PV അൻവർ ഇപ്പോഴും വീട്ടിലുണ്ട്. വൈകിട്ടാണ് പൊതുസമ്മേളനം. അദ്ദേഹം വൈകിട്ടോടെ അവിടെ നിന്നും പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ വിപിൻ സി വിജിൻ അറിയിക്കുന്നത്. ഇപ്പോൾ ഒരു കമന്റ് വരുന്നുണ്ട്. ജോണി ഇക്കെ പറയുന്നത് ഇപ്പോൾ കിട്ടിയ വാർത്ത അൻവറിന്റെ പരിപാടി സ്പോൺസർ ചെയ്യുന്ന 24 ന്യൂസ് ചാനലാണെന്നാണ് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. നമ്മൾ വാർത്ത നൽകുക മാത്രമാണല്ലോ ചെയ്യുന്നത്. ജോണി ഒരു അഭിപ്രായം പറഞ്ഞതാണ് യൂട്യൂബിൽ. തൃശൂരിൽ ATM കവർച്ചയ്ക്ക് ഉപയോഗിച്ച ആയുധം തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു. താണിക്കുടത്ത് നിന്നാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. പാലത്തിൽ കാർ നിർത്തിയ ശേഷം തോട്ടിലേക്ക് ആയുധങ്ങൾ വലിച്ചെറിഞ്ഞു എന്നാണ് പ്രതികളുടെ മൊഴി. കവർച്ചാ സംഘം കടത്തിക്കൊണ്ടുപോയ ATM ട്രേകളും ഇപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട്. ATM തകർക്കാൻ ഉപയോഗിച്ച സിലിണ്ടർ പുഴയിൽ നിന്ന് കണ്ടെടുത്തു. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തത്സമയം. സൂരജ്, ഈ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? ഇല്ല ഉന്മേഷ്, ഇപ്പോഴും ഈ തെളിവെടുപ്പ് നടക്കുകയാണ്. ഈ കേസിലെ ഏറെ നിർണായകമായ തെളിവുകളാണ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരും ചേർന്നുകൊണ്ട് ഈ താണിക്കുടത്ത് പുഴയിൽ നിന്ന് കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഏറെ നിർണായകമെന്ന് പറയുന്നത് ഈ ATM എങ്ങനെ തകർത്തു എന്നതായിരുന്നു. അതിൽ ATM തകർക്കാൻ ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടറുകളടക്കം ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. 2 സിലിണ്ടറുകളും ഗ്യാസ് കട്ടറുകളുമാണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഒരേ സമയം ഇത് പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കാം ഈ മോഷണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇവർ ഈ പണം കടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ATM തകർത്തതിന് ശേഷം ഈ പണം സൂക്ഷിച്ചിരുന്ന ട്രേകൾ അടക്കമായിരുന്നു അന്ന് ഈ സംഘം കടത്തിക്കൊണ്ടുപോയത്. അത് അന്ന് തന്നെ നമ്മൾ വാർത്തയിൽ പറയുകയും ചെയ്തു. അത്തരത്തിൽ അന്ന് ഈ ട്രേയോടുകൂടി പണം കടത്തിക്കൊണ്ടുപോയതിനു ശേഷം ഈ കാർ പാലത്തിൽ നിർത്തി പണം എടുത്ത ശേഷം ഈ ട്രേ ഈ പുഴയിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു, വലിച്ചെറിയുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഈ ട്രേകളും അതുപോലെ തന്നെ ഈ ATM തകർക്കാൻ ഉപയോഗിച്ച സിലിണ്ടറും ഗ്യാസ് കട്ടറും അടക്കം കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ദൃശ്യങ്ങളിലേക്ക് പോയാൽ മുങ്ങൽ വിദഗ്ധർ ഇപ്പോഴും ഈ പുഴയിൽ അരിച്ചു പിറക്കുകയാണ്. ഇവിടെ നിന്നൊരു 13-ലധികം ട്രേകൾ കണ്ടെടുക്കാനുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മറ്റ് അനുബന്ധ തെളിവുകൾ എന്തെങ്കിലും ഈ പുഴയിൽ നിന്ന് ലഭിക്കുമോ എന്നത് കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ എല്ലാവരെയും തന്നെ ഇന്ന് ഈ മോഷണം നടത്തിയ ഷൊർണൂർ റോഡിലെ ATMിലും എത്തിച്ച് തെളിവെടുത്തിരുന്നു. 4 പ്രതികളെയാണ് എത്തിച്ചിരുന്നത്. ഇവരാണ് ഈ വാഹനത്തിലെത്തി ഈ കവർച്ച നടത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 4 പേരെയും വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുന്നത്. ഇനിയും 2 ATMകളിൽ കൂടി പ്രതികളെ എത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. ചാലക്കുടിയിലാണ് ഇവിടെ നിന്ന് ഇവർ കാറ് മാർഗം ചാലക്കുടിയിൽ എത്തിയ ശേഷം ഈ കാർ കണ്ടെയ്നറിൽ കയറ്റി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും നിർണായകമായ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ലഭിച്ചിരിക്കുന്നു ഉന്മേഷ്. ഇപ്പോഴും തെളിവെടുപ്പ് തുടരുകയാണ്. ATM ട്രേകൾ കണ്ടെടുക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. സൂരജ് സജ്ജിയാണ് തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. അലക്സ് മുഹമ്മദ് അത് അറിയിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പുതിയ മുന്നറിയിപ്പ്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുമാണ് എന്ന് അറിയിച്ചിരിക്കുന്നു കാലാവസ്ഥാ വകുപ്പ്. ഇപ്പോൾ പുതിയ സംഘടന രാഷ്ട്രീയ പാർട്ടി ആയിരിക്കില്ല എന്നാണ് PV അൻവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങളെ വിമർശിച്ച PV അൻവർ തമിഴ്നാട്ടിലെ DMKയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് നിലവിൽ നീക്കം നടത്തുന്നത്. അൻവറിന്റെ നീക്കങ്ങളുടെ കരുതലോടെയാണ് CPIMന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രതികരണം. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങൾ അഴിമതിയുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടെന്നാണ് PV അൻവറിന്റെ ആരോപണം.
കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പോയി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം നേതാക്കളുമായി അൻവർ ചർച്ച നടത്തിയിരുന്നു. DMK നിരീക്ഷകർ ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ എന്നാണ് പുതിയ കൂട്ടായ്മയുടെ പേര്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാറായിട്ടില്ലെന്ന് PV അൻവർ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അതിന്റെ ഒരു ഫ്ലോയിൽ നടക്കും. PV അൻവർ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്വഭാവവും രീതിയും മനസ്സിലാക്കിയ ശേഷം UDF നിലപാട് സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം. അദ്ദേഹം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാന്നാണല്ലോ പറയുന്നത് കേൾക്കുന്നത്. ഇന്ന് വൈകുന്നേരം മഞ്ചേരിയിൽ വെച്ച് അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി വരട്ടെ, അതിന്റെ നിലപാടുകളും രൂപവും ഭാവവും ഒക്കെ മനസ്സിലാകട്ടെ, അതിനുശേഷമല്ലേ അതിനോട് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അൻവറിന്റെ നിലപാടുകൾ ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ വിശ്വാസമാർജിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ഈ വരുന്ന ചില നീക്കങ്ങൾ അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയെയും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ഇന്നും PV അൻവർ കടന്നാക്രമിച്ചു. 24 മലപ്പുറം. PV അൻവർ MLA പോലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർത്തിയെന്ന കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കും. SOGS PT ഫറാഷിന്റെ നേരിട്ടുള്ള പരാതിയിലാണ് മഞ്ചേരി പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ കേസും അറസ്റ്റും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. കേരള പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ നിർണായക വിവരങ്ങൾ ചോർത്തി ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണി ഉണ്ടാക്കിയെന്നാണ് PV അൻവറിനെതിരായ കേസ്. ഭാരതീയ ന്യായ സംഹിത 61 വകുപ്പ് പ്രകാരം ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും IT ആക്ടിലെ 43, 66 വകുപ്പുകളും ഔദ്യോഗിക രഹസ്യ നിയമത്തിലെ 5-ാം വകുപ്പും FIRൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തനിക്കെതിരെ ഇനിയും കേസുകൾ ഉണ്ടാകുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. ആ പരാതി കൊടുത്ത കട്ടവനവിടെ നിൽക്കട്ടെ, കണ്ടവനവിടെ നിൽക്കട്ടെ, കാണാത്ത ഞാൻ പറയാം എന്ന് പറയുന്ന സ്ഥിതിയാണ്. ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ സ്ഥിതി. കേസെടുക്കട്ടെ എന്ന്. ഇന്ന് ചിലപ്പോൾ ഈ പരിപാടിയുടെ മുന്നേ ചിലപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടേക്കാം. ഞാനതിന് റെഡിയായിട്ട് നിൽക്കുന്നു. രാജ്യസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഗൂഢാലോചന നടന്നെന്നും FIRൽ പറയുന്നുണ്ട്. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷമാകും തുടർ നടപടി. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. KT ജലീൽ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബ് അവതരിപ്പിച്ചിരിക്കുന്നത്, ഞാൻ എന്തോ വലിയ മലപ്പുറം വിരുദ്ധത പറഞ്ഞു, ന്യൂനപക്ഷ വിരുദ്ധത പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ പ്രചാരണം ഇപ്പോൾ സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ നടക്കുന്നത്. ഏതൊരു മതസമുദായത്തിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ, പരിഷ്കരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ, തെറ്റായ വഴിയിൽ നിന്ന് സമുദായാംഗങ്ങൾ ശരിയുടെ വഴിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളിൽ നിന്നാകണം അതിനെ സംബന്ധിക്കുന്ന ശക്തമായ വിമർശനങ്ങൾ ഉയരേണ്ടത്. നമ്മളുടെ നാട്ടിൽ നടന്ന എല്ലാ മതപരിഷ്കരണ നവോത്ഥാന സംരംഭങ്ങൾ പരിശോധിച്ചാലും എല്ലാവരും ബന്ധപ്പെട്ട മതസമുദായങ്ങളിൽ നിന്നുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അവയ്ക്കെതിരായിട്ടാണ് ശബ്ദിച്ചത്. ഇതര മതസ്ഥരായിട്ടുള്ളവർ മറ്റു മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് വളരെ വൈകാരികമായി അവതരിപ്പിക്കാൻ ഇടയുണ്ട്. അത് സാമുദായികമായിട്ടുള്ള അകൽച്ച പോലും സൃഷ്ടിക്കപ്പെടുന്നതിനും ഇടയായേക്കും. VT ഭട്ടതിരിപ്പാട് തൻ്റെ ജാതി സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ, സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ ശബ്ദമുയർത്തിയ മഹാനാണ്. ശ്രീനാരായണ ഗുരു ഹൈന്ദവ സമൂഹത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന ജാതി മേൽക്കോയ്മക്കെതിരായി ശബ്ദമുയർത്തിയ വ്യക്തിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, ചാവറയച്ചനെ പോലെയുള്ള ആളുകൾ, ഇവരൊക്കെ അവരവരുടെ മതസമുദായങ്ങളിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവരവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തെ
ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളവരാണ്. അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഒരു കാലത്തും ഒരു സമുദായത്തിലും നിന്നു പോകാൻ പാടില്ല. അതൊരു തുടർ പ്രക്രിയയാണ്. ഒഴുകുന്ന ഒരു നദി പോലെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ സമുദായത്തിനകത്ത്, ഓരോ സമുദായത്തിനകത്തും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ്, നിങ്ങൾക്കറിയാം, പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഈത്തപ്പഴത്തിൻ്റെ കുരുവാക്കി സ്വർണം കടത്തി എന്നതുൾപ്പെടെയുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു. എന്തായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും സമീപനം? ഒരു തെറ്റും ചെയ്യാത്ത, ഒരു കഴമ്പ് പോലും സത്യമില്ലാത്ത ഒരു പ്രശ്നത്തെ വളരെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. സംഘപരിവാർ അത് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. മുസ്ലിം ലീഗും കോൺഗ്രസും എന്തേ അത് ചെയ്തു? കോൺഗ്രസിൻ്റെ നേതാവ്, അന്നത്തെ UDFൻ്റെ കൺവീനർ ബെന്നി ബെഹനാൻ MP ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇതാ കേരളത്തിലൊരു മന്ത്രി ജലീൽ എന്ന് പറയുന്നയാൾ മഹാപാതകം ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു ആ മഹാപാതകം? അത് മറ്റൊന്നുമല്ല, റംസാൻ കാലത്ത് UAE കോൺസുലേറ്റ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായി വിതരണം ചെയ്യുന്ന റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് സൗകര്യമൊരുക്കി കൊടുത്തു. ഈ കള്ളപ്രചാരണങ്ങളെ മുസ്ലിം ലീഗും കോൺഗ്രസും എത്രമാത്രമാണ് എനിക്കെതിരായിട്ട് ഉപയോഗിച്ചത്. അവരെൻ്റെ വീട്ടിലേക്ക് എത്ര സമരങ്ങൾ നടത്തി. അന്നവർക്ക് ഞാനൊരു മലപ്പുറത്തുകാരനാണ്, എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മലപ്പുറത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന വികാരം എന്തുകൊണ്ടുണ്ടായില്ല? ഞാനൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നയാളാണ്. ഈ കള്ളപ്രചാരണം എനിക്കെതിരെ നടത്തിയാൽ അത് മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ആക്രമണമാണ് എന്ന് തെറ്റിദ്ധരിക്കും എന്ന ഒരു വിചാരം അവർക്ക് എന്തേ ഉണ്ടായില്ല? വേട്ടപ്പട്ടി ഓടുന്നത് പോലെയല്ലേ ലീഗും കോൺഗ്രസും BJPയും ഉൾപ്പെടെയുള്ളവർ എൻ്റെ പിന്നാലെ ഓടിയത്? എന്നിട്ട് എന്തായി അവസാനം? എന്തെങ്കിലും ഒരു സത്യത്തിൻ്റെ കണിക അതിലുണ്ടായിരുന്നു എങ്കിൽ അന്ന് ഞാൻ ജയിലിൽ പോകുമായിരുന്നില്ലേ? എന്നെ തുറങ്കലിൽ അടക്കുമായിരുന്നില്ലേ? ഡൽഹിയുടെ മുഖ്യമന്ത്രി കെജ്രിവാളിനെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാം ജയിലിലടച്ചില്ലേ? എന്നിട്ടാണോ പിന്നെ ഒരു പുഴുവായിട്ടുള്ള ഞാൻ? KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം നടക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. ലീഗ് നേതാക്കൾ ഉൾപ്പെടെ ആ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് KT ജലീൽ ഇപ്പോൾ വീണ്ടും നിലപാട് വിശദീകരിക്കുന്നത്. തൻ്റെ പരാമർശങ്ങളെ മലപ്പുറം വിരുദ്ധതയായി ലീഗ് നേതാക്കൾ ചിത്രീകരിച്ചു എന്നാണ് KT ജലീൽ പറയുന്നത്. സമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടാണ് താൻ പരാമർശങ്ങൾ നടത്തിയതെന്ന് കൂടി അദ്ദേഹം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. സൈബർ ഇടങ്ങളിലും തൻ്റെ പരാമർശത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത്. പഴയ സ്വർണ്ണക്കടത്ത് കാര്യങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തനിക്കെതിരെതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്തു എന്നാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവരോടായി അദ്ദേഹത്തിൻ്റെ ചോദ്യം പുറത്തു വരുന്നത്. മുസ്ലിം ലീഗ് വലിയ രാഷ്ട്രീയ വിവാദമായി KT ജലീലിൻ്റെ പരാമർശങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നിലപാട് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം തുടരുകയാണ്. താൻ സതുദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്.
മലപ്പുറത്തെ മോശമായി ചിത്രീകരിച്ചു എന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ തെറ്റായ പ്രചാരണം നടക്കുന്നു. ക്രിയാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ മതവിഭാഗങ്ങളുടെ ഇടപെടൽ കൂടി വേണം എന്ന് മാത്രമേ താൻ ഉദ്ദേശിച്ചതുള്ളൂ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ നന്മ മുന്നിൽ കണ്ടാണ് താൻ അത്തരം പരാമർശങ്ങൾ നടത്തിയത്. തൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം ഇപ്പോൾ പറയുന്നു. വിമർശനങ്ങൾ ഓരോ സമുദായത്തിൻ്റെ അകത്തു നിന്നും ഉയർന്നു വരേണ്ടതാണ് എന്നത് നവോത്ഥാന കാലത്തെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KT ജലീൽ എടുത്ത് പറയുന്നുണ്ട്. KT ജലീലിൻ്റെ വാർത്താ സമ്മേളനം ഇപ്പോൾ തുടരുകയാണ്. സ്വർണ്ണക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് ക്യാമറ തിരിച്ച് 24 സൺഡേ സ്പെഷ്യൽ. സ്വർണ്ണക്കടത്തുകാരും അത് അന്വേഷിക്കാനെത്തുന്നവരും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടോ? ഇടനിലക്കാർ മാത്രം പിടിയിലാകുന്ന കേസുകളിൽ മറ്റ് രണ്ടറ്റത്തും ആരൊക്കെ എന്നതെല്ലാം സൺഡേ സ്പെഷ്യലിൽ ചർച്ചയായി. ഒരിക്കൽ സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായിരുന്നവർ സ്വർണ്ണക്കടത്തിന്റെ പിന്നാമ്പുറ കഥകൾ 24-ലൂടെ വെളിപ്പെടുത്തി. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നത് അമാന ഗ്രൂപ്പിനു വേണ്ടിയെന്നാണ് സ്വർണ്ണക്കടത്ത് സംഘാംഗം ചരൽ ഫൈസൽ 24-നോട് പറഞ്ഞത്. 5 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ രാമനാട്ടുകര അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തെ ഗ്രൂപ്പ് തിരിഞ്ഞു നോക്കിയില്ലെന്നും ചരൽ ഫൈസൽ പറഞ്ഞു. അപകടത്തിൽ പുനരന്വേഷണം വേണമെന്നാണ് ഫൈസലിന്റെ ആവശ്യം. ഈ 3 വർഷക്കാലത്തോളം ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്തെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന്. സാമ്പത്തികമായിട്ടോ വേറെ എന്തെങ്കിലും രീതിയിലോ. ആ കുടുംബം എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിൽ, വളരെ കടങ്ങളും മറ്റ്, അതായത് ഇങ്ങനെ തന്നെ പറയാം, ഒരു നേരത്തെ അന്നം, അതായത് ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാതെ സ്വന്തം വീടുകളിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ അവർക്ക് ഇപ്പം നിലവിലുണ്ട്. ഇപ്പം മുബഷിറും ഇല്ല, ഈ അമാനിയില്ല, റഫീഖും ഇല്ല, ഇക്ബാലുമില്ല, ആരുമില്ല. രാമനാട്ടുകര അപകടത്തിൽ മരിച്ച താഹിറിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നെന്ന് കുടുംബം സ്ഥിരീകരിച്ചു. വീടടക്കം ബാധ്യതയിലാണ്. എപ്പോഴാണ് പോകാൻ പറഞ്ഞാൽ ഇറങ്ങല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പോൾ അവനില്ല, അവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാനും വലിയ വിഷമം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അവരെ കണ്ടില്ലേ, ഞങ്ങൾ രണ്ടാളും എങ്ങോട്ട് ഇറങ്ങാം. സ്വർണ്ണക്കടത്തിന് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു ഗുണ്ടാ തലവൻ ഔറംഗസേബ് നടത്തിയത്. പേരിനു മാത്രം സ്വർണം കണക്കിൽപ്പെടുത്തി ബാക്കി വീതം വെച്ച് പല ഉദ്യോഗസ്ഥരും ധനികരാകുന്നുവെന്ന് ഔറംഗസേബ് പറഞ്ഞു. 2 കിലോയുടെ 3 കിലോയൊക്കെ ആണെങ്കിൽ എയർപോർട്ടിൽ തന്നെ സെറ്റിംഗ് ഉണ്ട്. അത് കസ്റ്റംസ് ആയിട്ട് സെറ്റിംഗ് ചെയ്തിട്ടാണ് സാധനം കൊണ്ടുവരുന്നത്. ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്നായിരുന്നു അമാന ഗ്രൂപ്പ് MD റഫീഖ് അമാന 24-നോട് പറഞ്ഞത്. ആരോപണം വാസ്തവ വിരുദ്ധമെന്നും കൂടുതൽ പ്രതികരണത്തിന് താൽപര്യമില്ലെന്നും റഫീഖ് പറഞ്ഞു. സെൻട്രൽ ഡെസ്ക് 24. സ്വർണ്ണക്കടത്ത് സംഘം കേരളത്തിലേക്ക് 50 കോടി രൂപ ഒഴുക്കിയതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. പോലീസിന്റെ സ്വർണ്ണവേട്ട അട്ടിമറിക്കാനാണ് പണം എത്തിച്ചത്. സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടി ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബി പ്രവർത്തിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. DRI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുകയാണ്. കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ലവേഴ്സ് ആവണി പൂവരങ്ങ് മെഗാ എന്റർടൈൻമെന്റ് ഷോ ഇന്ന് വൈകിട്ട് ചെന്നൈയിൽ നടക്കും. CTMA ചെയർമാൻ ഗോകുലം ഗോപാലൻ, പ്രസിഡന്റ് VC പ്രവീൺ, 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. കോൺഫെഡറേഷനിലെ അസോസിയേഷനുകൾ തമ്മിലുള്ള മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ചെന്നൈയിലെ സെയിന്റ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിലെ വിങ്സ് കൺവെൻഷൻ സെന്ററിലാണ് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ ഫ്ലവേഴ്സ് ആവണിപ്പൂവരങ്ങ് മെഗാ എന്റർടൈൻമെന്റ് ഷോ നടക്കുക. നടി ശ്രുതി ലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള നൃത്തവിരുന്ന്, റിമി ടോമി, അഫ്സൽ, മഞ്ജരി, പ്രസീത ചാലക്കുടി തുടങ്ങിയവർ അണിനിരക്കുന്ന ഗായക സംഘം, മിമിക്രിയിലെ വെറൈറ്റി മാസ്റ്റർ മഹേഷ് കുഞ്ഞുമോൻ, ചിരിപ്പിക്കാൻ നോബിയും അഖിൽ കവലയൂരും, കൂടെ നടനും അവതാരകനുമായ മിഥുൻ. ഷോയുടെ പകിട്ടുകൂട്ടാൻ വൻ സംഘത്തെയാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6-ന് തുടങ്ങുന്ന പരിപാടിയിൽ ഫ്ലവേഴ്സിന്റെയും CDMAയുടെയും ചെയർമാൻ ഗോകുലൻ ഗോപാലൻ, പ്രസിഡന്റ് VC പ്രവീൺ, 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവരും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടിയുടെ തുടക്കം കുറിച്ച് ഇന്നലെ ചെയർമാൻ ഗോകുലൻ ഗോപാലൻ പതാക ഉയർത്തി. കോൺഫെഡറേഷനിലെ അസോസിയേഷനുകൾ തമ്മിലുള്ള വിവിധ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. പഠനത്തിൽ മികവ് തെളിയിച്ചവരെയും വിവിധ നേട്ടങ്ങൾ കൈവരിച്ചവരെയും കോൺഫെഡറേഷൻ അനുമോദിച്ചു. 24 ചെന്നൈ. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
ഇനി കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.